ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഓവനിലും അതുപോലെ തന്നെ സ്റ്റൗ ടോപ്പിലൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ബേക്കിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഒട്ടുമിക്ക കേക്കുകൾക്കും നമുക്ക് ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പഞ്ച് കേക്കാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുൻപായിട്ട് എനിക്ക് പറയാനുള്ളത്, ഞാനിതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ശരിക്കും കേൾക്കണം. അതിന് ശേഷം മാത്രം നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. പലരും മുഴുവൻ വീഡിയോയും കേൾക്കാതെ അതിന് ഫോർവേഡ് ചെയ്ത് പോയിട്ട് സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ എടുത്ത് വെച്ചിട്ടുള്ള പാലും അതുപോലെ ഓയിലും അതുപോലെ വാനില എസൻസും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുകയാണ്. ഞാൻ അതിലേക്ക് ചേർക്കുന്നത് 1/4 കപ്പ് പാലും അതുപോലെ 1/4 കപ്പ് ഓയിലും 1.5 ടീസ്പൂൺ വാനില എസൻസുമാണ്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് ആദ്യം ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. നമ്മളിത് ബാറ്റർ റെഡിയാക്കിയതിന് ശേഷമാണ് നമ്മൾ ബാറ്ററിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് മൈദയാണ്. കേക്ക് ഫ്ലോർ ഒന്നുമല്ല, സാധാരണ മൈദ തന്നെ. അത് 1.5 കപ്പും 2 ടേബിൾ സ്പൂണുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റ് അങ്ങനെ തന്നെ നമ്മൾ മെഷർ ചെയ്തെടുക്കണം. പൊടിയുടെ ഒക്കെ മെഷർമെൻറ്റ് എടുക്കുന്നത് എല്ലാവർക്കും അറിയുമെന്ന് കരുതിയിട്ടാണ് ഞാനത് എടുക്കുന്നത് കാണിക്കാത്തത്. അപ്പോൾ ഞാൻ അവസാനം ചേർത്തിട്ടുള്ളത് 1 ടേബിൾ സ്പൂൺ അല്ല, 2 ടേബിൾ സ്പൂണാണ്. കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ സംശയം ചോദിച്ചതാണ്. 1 കപ്പ്, പിന്നെ 1/2 കപ്പ്, പിന്നെ 2 ടേബിൾ സ്പൂൺ, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇതൊന്ന് കട്ടയൊന്നുമില്ലാതെ അരിച്ചൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ഇനി നമുക്ക് ഇതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 6 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. ഈ എഗ്ഗ് വലിയ എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. 6 വലിയ എഗ്ഗാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ വെള്ളയും മഞ്ഞയും ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം. നമുക്ക് 6 എഗ്ഗിൻ്റെ വെള്ള ഒരു വലിയ ബൗളിലേക്ക് എടുക്കുക, മഞ്ഞ നമുക്കൊരു ചെറിയ ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഞാനത് 6 എണ്ണം സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ എഗ്ഗ് വൈറ്റ് ഒന്ന് നന്നായി ഒന്ന് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുൻപായിട്ട് ഇതിനകത്തേക്ക് ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. സാധാരണ നോർമൽ ഷുഗറാണ്, പൊടിച്ച പഞ്ചസാരയല്ല. പൊടിച്ച പഞ്ചസാര ചേർക്കുന്നതിനേക്കാളും പെട്ടെന്ന് തന്നെ നമ്മൾ നോർമൽ ഷുഗർ ചേർത്ത് കഴിയുമ്പോൾ പെട്ടെന്ന് എഗ് വൈറ്റ് വിപ്പായിട്ട് കിട്ടും. അതുകൊണ്ടാണ് പൊടിക്കാത്ത പഞ്ചസാര ചേർത്തിട്ടുള്ളത്. ഇതിൻ്റെ അളവ് 1 കപ്പിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ കുറച്ചതാണ്. 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിൽ നിന്ന് 3 ടേബിൾ സ്പൂൺ മാറ്റിയിട്ടാണ് ഞാൻ പഞ്ചസാര ചേർത്തിട്ടുള്ളത്. പിന്നെ 1.5 ടീസ്പൂണ് വിനാഗിരി കൂടെ ചേർത്തിട്ടുണ്ട്. അത് എഗ്ഗിൻ്റെ സ്മെല്ലൊന്ന് മാറി കിട്ടാനും എഗ് വൈറ്റിന് വിപ്പ് ചെയ്യുമ്പോൾ നല്ലൊരു വൈറ്റ് കളർ കിട്ടാനും വേണ്ടിയിട്ടാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാനിനി ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മധുരം ഒന്ന് ബാലൻസ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ബീറ്റാക്കി എടുക്കണം. ഏകദേശം ഒരു ഇലക്ട്രിക് ബീറ്ററിൽ ഫുൾ സ്പീഡിൽ വെച്ച് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് എഗ് വൈറ്റ്, അതായത് ഒരു വിപ്ഡ് ക്രീം എങ്ങനെയാണോ ഉണ്ടാകുന്നത് അതുപോലെ ആയിട്ട് വരും. നമ്മൾ ഇതുപോലെ വിസ്ക് ഇങ്ങനെ പൊന്തിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ വരുന്നത് ഇങ്ങനെ സ്റ്റിഫ് പീക്സ് ആയിട്ട് നിൽക്കും. ആ ഒരു സ്റ്റേജ് വരെ വേണം നിങ്ങൾ ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ എഗ് യോക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് കലക്കിയതിന് ശേഷം 2 ബാച്ചായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വളരെ ലൈറ്റായിട്ട് സോഫ്റ്റായിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങ് ഒഴിച്ചിട്ട് പെട്ടെന്ന് അങ്ങ് മിക്സാക്കി എടുക്കാൻ ശ്രമിക്കരുത്. അപ്പോൾ നമ്മൾ ഈ വിപ്പ് ചെയ്തെടുത്തതിന് ഒരു കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അത് മുഴുവൻ അതിൻ്റെ എയറേഷൻ മുഴുവൻ താഴ്ന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ എയറേഷൻ വെച്ചിട്ടാണ് നമ്മൾ കേക്ക് സോഫ്റ്റാക്കി എടുക്കുന്നത്. എഗ് വൈറ്റ് നമ്മൾ എത്ര പൊങ്ങിയിട്ടുണ്ടോ അതിനനുസരിച്ച് നമ്മളെ കേക്കും സോഫ്റ്റായിരിക്കും. ജസ്റ്റും പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിത് വീഡിയോ കുറച്ച് ഫാസ്റ്റായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ സ്പീഡിൽ ചെയ്യുന്നത് പോലെ തോന്നുന്നത്. വളരെ സോഫ്റ്റായിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുള്ള മൈദ കുറേശ്ശെയായിട്ട് ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. സ്പാച്ചുല വെച്ച് ഫോൾഡ് ചെയ്തെടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണോ ഈ സിമ്പിളായിട്ട് തോന്നുന്നത് അത് ചെയ്യാം.
എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ഈ ബാറ്റർ ഇതിനകത്തേക്ക് ഇതേ അതുപോലെ മിൽക്കും ഓയിലും എല്ലാം ചേർത്ത് കഴിഞ്ഞാലും ഈ ബാറ്ററിൻ്റെ വോളിയം നമ്മൾ വിപ്പ് ചെയ്തെടുത്ത എഗ് വൈറ്റ് എത്ര ഉണ്ടായിരുന്നോ അതിൽ നിന്ന് ഒരുപാട് താഴ്ന്നു പോയത്. ഒരല്പമൊക്കെ താഴ്ന്നു പോയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വല്ലാതെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ കേക്ക് നല്ല ഹാർഡായിരിക്കും, സോഫ്റ്റ്നെസ് ഒട്ടും തന്നെ ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഏകദേശം 90% മൈദ അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ മിൽക്കും അതുപോലെ ഓയിലും ചേർന്ന മിക്സ്ചർ ഇതിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ബാക്കിയുള്ള മൈദ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം മൈദ മുഴുവനായിട്ട് മിക്സ് ചെയ്തിട്ട് ഓയിലും മിൽക്കും കൂടെ മിക്സ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ മൈദ നമ്മൾ സാധാരണ എഗ്ഗിനേക്ക് ഒരു എഗ്ഗിന് 1/4 കപ്പ് എന്നുള്ള രീതിയിലാണ് എടുക്കുക. അപ്പോൾ അത് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. മിൽക്കിലേക്കും ഓയിലിലേക്കും കൂടെ കണക്കാക്കി ഒരു 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ എക്സ്ട്രാ എടുത്തിട്ടുള്ളത് നമ്മൾ ആദ്യമേ ചേർക്കുമ്പോൾ അത് ചിലപ്പോൾ കേക്ക് ഒന്ന് നമ്മൾ ആ വിപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും ചിലപ്പം താഴ്ന്നു പോകും. അതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ ആദ്യം മിൽക്കും ഓയിലും കൂടെ അതിൽ ചേർത്തതിന് ശേഷം ബാക്കി കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള നമ്മൾ ഓയിലും മിൽക്കും എല്ലാം കൂടെ അതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഈ കേക്ക് ബേക്ക് ചെയ്യാൻ പോകുന്നത് സ്റ്റൗ ടോപ്പിലാണ്. ഇതേ ബാറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ കേക്ക് ഓവനിലും ചെയ്തെടുക്കാം. അപ്പോൾ ഓവനിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള OTGൻ്റെ ആണ് ഞാൻ പറയുന്നത്. പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള ഓവനിൽ 170 ഡിഗ്രി സെൽഷ്യസിൽ 50 മിനിറ്റ് ബേക്ക് ചെയ്യുക. അതിനുശേഷം ടെമ്പറേച്ചർ 180ലേക്ക് മാറ്റിയിട്ട് 5 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്യുക. മൈക്രോവേവിലാണെങ്കിൽ 180ൽ 40 മിനിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെക്കായിട്ട് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഒന്നുകൂടെ വെച്ച് 5-10 മിനിറ്റ് കൂടെ ചെയ്താൽ മതി. അപ്പോൾ ഞാനിത് സ്റ്റൗ ടോപ്പിൽ ഒരു നോൺ സ്റ്റിക്ക് പാനിലാണ് ചെയ്യുന്നത്. ഇതൊരു 8 ഇഞ്ചിൻ്റെ പാനാണ്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5 ഇഞ്ചോളം വരുന്നുണ്ട്. 6 ഇഞ്ചിൻ്റെ അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 ലിറ്ററിൻ്റെ പ്രഷർ കുക്കർ എടുത്തിട്ട് ചെയ്താലും മതി. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓവനിൽ ചെയ്യുകയാണെങ്കിൽ ടെമ്പറേച്ചർ ഞാൻ നേരത്തെ പറഞ്ഞു അതിൽ സെറ്റ് ചെയ്തിട്ട് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ ഓയിൽ വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 30 മിനിറ്റിൻ്റെ അടുത്ത് ബേക്കിംഗ് ടൈം വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ആ ഒരു ഗ്യാസിൻ്റെ ബർണറിനനുസരിച്ച് ചിലപ്പം വലിയ ബർണറൊക്കെ ആണെങ്കിൽ കുറച്ച് പെട്ടെന്ന് ബേക്കായിട്ട് വരും. ചെറിയ ബർണറാണെന്നുണ്ടെങ്കിൽ 20-25 മിനിറ്റ് ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കുക ബേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിവിടെ 25 മിനിറ്റ് ആയിട്ടുണ്ട് ബേക്കായിട്ട് വരാനായിട്ട്. അപ്പോൾ അത് നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. വയർ റാക്ക് ഉണ്ടെങ്കിൽ വയർ റാക്കിലേക്ക് മാറ്റാം, അതല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. സൈഡൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വരും. ഞാനിത് കുറച്ച് സമയം കൂടെ അത് ആ പാത്രത്തിനകത്ത് തന്നെ വെച്ചതുകൊണ്ടാണ് അടിഭാഗം കുറച്ച് ഒന്ന് അധികം ബ്രൗൺ കളറായി പോയിട്ടുണ്ട്. അത് സാരമില്ലാതെ നമുക്കൊരു നൈഫ് വെച്ചൊന്ന് ചുരണ്ടി കൊടുത്താൽ മതി. നല്ല ഫ്ലഫി ആൻഡ് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതേപോലെ തന്നെ നിങ്ങൾക്കിത് ഓവനിലും ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിൻ്റെ പറഞ്ഞിട്ടുള്ള അളവുകളും ടെമ്പറേച്ചറൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ബാക്കി ഞാൻ കൃത്യമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു വീഡിയോ ആയിരുന്നു. നിങ്ങൾക്കത് ഉപകാരപ്രദമാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.